PMCയിൽ ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് എന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഒരു കാശ് പോലും ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ല. PMC നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. PMCയുമായി ബന്ധപ്പെട്ട് PMC നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നടപടിക്രമവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടില്ല. PMCക്ക് വേണ്ടി ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അത് വസ്തുതാ വിരുദ്ധമാണ്, കള്ളമാണ്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. PMCയുടെ പേരിൽ ₹1 കാശ് പോലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വാങ്ങിയിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ വെല്ലുവിളിക്കുകയാണ്. PMC നടപ്പാക്കില്ല എന്ന് മുൻ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്നു തെളിയുന്നു. 2025 നവംബർ 12 PMC നടപ്പാക്കാനാകില്ല എന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകി അയച്ച കത്ത് റിപ്പോർട്ടർ പുറത്തുവിട്ടു. PR സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. PR സുനിൽ, ആധികാരികമായ വിവരമില്ലാതെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ കാര്യം വ്യക്തമാക്കുന്നത്? മാത്രമല്ല, മുൻ വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു അത് തെറ്റാണ് എന്ന്. മധു, PMC കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതമാകുന്നു എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ PMC പദ്ധതിയിൽ ഒപ്പുവെച്ച മുൻ സർക്കാർ ഒരിക്കലും ഈ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നുകൂടി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. അപ്പോഴാണ് ഇപ്പോൾ മുൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അയച്ച കത്ത് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ കത്തിൽ വളരെ കൃത്യമായി ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ ആശങ്കയുണ്ട്. സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുകയാണ്. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ PMCക്കുള്ള ധാരണാപത്രവുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയാണ്. നേരത്തെ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹവും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ നേരിൽ കണ്ട് PMCയുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് അറിയിച്ചതായും വ്യക്തമാക്കുന്നു. അതിന്റെ ഭാഗമായുള്ള ഒരു കത്തും നൽകിയതായി അറിയിക്കുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് മുൻ സർക്കാർ PMC നടപ്പാക്കാനാകില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തെ അറിയിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഈ കത്തിപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ കത്ത് നേരത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലും നൽകിയതാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് അനുവദിക്കുന്നില്ല.